രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീഡിയോ ഇടാൻ ആർക്കാ പറ്റാത്തത്? പല കാര്യങ്ങൾ അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിട്ട്. രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാണ്. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കേണ്ട, ആരും നല്ലതാണെന്ന് ശ്രമിക്കേണ്ട. രാഹുൽ ദാസിന്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എന്റെ ലിസ്റ്റ് ഉണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എന്റെ ഉണ്ട്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ചെയ്യും. പ്രായത്തിന്റെ അല്ല, അഹങ്കാരം അങ്ങനെ തന്നെ കൊടുത്തോളൂ. ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്, വേണമെങ്കിൽ ഇവിടെ ഒന്ന് ജീവിക്കാം. ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. നിങ്ങളിൽ പാപമില്ലാത്തവർ ഇവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞു. ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു രേണുസുതി ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ 11 വയസ്സ് മുതൽ കാണുന്ന കുട്ടി എവിടെ എന്ന രീതിയിലൊരു ക്വസ്റ്റ്യൻ കിച്ചുവിന് നേരെ ഉയർത്തിയത്. അതിൻ്റെ ഫലമായിട്ടാണ് കിച്ചു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അതും എന്തുകൊണ്ടാണ് താൻ അമ്മയെ കാണാൻ ചെല്ലാഞ്ഞത് എന്നുള്ള രീതിയിൽ പലരും ചോദിച്ച ചോദ്യത്തിന് ആൻസറാണ് അവൻ നൽകിയത്. അന്ന് എല്ലാവരും കിച്ചുവിനെയാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിനും അപ്പുറം എന്തൊക്കെയോ നടന്നു എന്നുള്ള കാര്യമാണ് അച്ഛൻ്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. അതായത് നമ്മളറിയാത്ത പല രഹസ്യങ്ങളും കിച്ചുവിൻ്റെയും രേണുവിൻ്റെയും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ അതെല്ലാം നാട്ടുകാർക്കറിയാം. അതുപോലെ തന്നെ ബിഷപ്പും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ട് തന്നെ ആയിരിക്കണം കിച്ചുവിനെതിരായിട്ട് ഇങ്ങനൊരു വീഡിയോ അച്ഛൻ്റെ ഭാഗത്തു നിന്ന് വന്നതും. അവിടെയൊക്കെ പലരും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, രേണുവുമായിട്ട് ഇതിനു മുമ്പ് ശത്രുതയിലായിരുന്ന അച്ഛൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇങ്ങനൊരു അഭിപ്രായം പറയുന്നു, ഇപ്പോൾ എന്തുകൊണ്ട് രേണുവിന് അനുകൂലമായിട്ട് നിൽക്കുന്നു എന്നുള്ളൊരു ചോദ്യം വരാം. അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത്, രേണുവിൻ്റെ അസുഖം. രേണു ഇങ്ങനൊരു അവസ്ഥയിൽ കിടക്കുമ്പോൾ ആർക്കായാലും സഹതാപം തോന്നും. അതും ഒരു ബിഷപ്പായ അദ്ദേഹത്തിന് തോന്നിയെങ്കിൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല. എന്തായാലും അച്ഛൻ ആ വീട്ടിൽ നടന്ന കുറേ കാര്യങ്ങൾ അറിഞ്ഞു എന്നുള്ളത് ഈ വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് കിച്ചുവിനെ കുറിച്ച് അച്ഛൻ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. രേണുസുതി യൂട്യൂബിൽ വേറൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ മരിച്ച പോലെ എന്നെ നീ കാണാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇപ്പൊ വളരെ ഡിപ്രഷനിലൂടെ പോകുന്നത്. അത് എനിക്ക് നല്ലതുപോലെ അറിയാം. ഒന്നാമത് അവരുടെ മെഡിസിൻ്റെതായിട്ടുള്ള ഒരു എന്താണ് പറയുക, അവർക്കൊരു സെഡേഷന്, അത് മരുന്നിൽ നിന്ന് ഉണർന്നു കഴിയുമ്പോൾ പുള്ളിക്കാരത്തിക്ക് ഒരു ഡിപ്രഷൻ മോഡ്, അതൊക്കെ വരും. അതൊക്കെ വരുന്ന ഉടനെ അവരെ വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഈ രാഹുൽ ദാസ് ഞാൻ കിച്ചു എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ കയ്യിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ ഇവിടെ ഇരിക്കുന്ന സർട്ടിഫിക്കറ്റിനകത്ത് രാഹുൽ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഈ രാഹുൽ ദാസ് എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് പറയുവാനുള്ളത്, നീ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നില്ല. നീ സഹായിക്കണ്ട. അനേകർ നിന്നെ സഹായിച്ചാൽ നീ തരത്തിലൊക്കെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തെ വിളിച്ച് ശാന്തമായിട്ട് നീ ജീവിക്കാനാണ് എനിക്ക് നിന്നോട് പറയാനായിട്ടുള്ളത്. അത് പറയാനുള്ള അതോറിറ്റി എനിക്കുണ്ട്. മാടപ്പള്ളിയിലോ പ്ലാന്തോട്ടത്തിലോ അഹങ്കാരം കാണിക്കാൻ വരികയും ചെയ്യേണ്ട. അതുകൂടെ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ വസ്തുവിന് ഉടമസ്ഥൻ ഞാനായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഇവിടെ വന്ന് ബഹളം എടുക്കാനോ ശല്യം എടുക്കാനോ ഒന്നും വരണ്ട. രേണുസുതി ഒരു രോഗിയാണ്. ഇവിടെ വന്ന് അങ്ങനെ എന്തെങ്കിലും ഇനി ആ പെൺകുട്ടിയെ ആക്ഷേപിക്കുന്ന വീഡിയോ പുള്ളിക്കാരൻ ഇടുവാണെങ്കിൽ നിയമ നടപടികളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. എൻ്റെ കൂടെ ഒരു തീരുമാനം അതാണ്. നിയമ നടപടികളുമായിട്ട് പോകും. കാരണം അവരൊരു ലേഡിയാണ്, ഒരു സുഖമില്ലാത്ത സ്ത്രീയാണ്. ഏതറ്റം വരെ നിയമ നടപടികളുമായിട്ട് പോകാം, അറ്റം വരെ ആ കുടുംബവുമായിട്ട് ചേർന്ന് നിന്ന് മാക്സിമം നിയമ നടപടികളായിട്ട് അവനവൻ്റെ കാര്യം നോക്കി ജീവിക്കുന്നതായിരിക്കും ബെറ്റർ. ഇവിടെ ബിഷപ്പ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവിടെ വന്നിനി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നോക്കണ്ട. അതിൽ നിന്ന് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ, ഇല്ലെങ്കിൽ കിച്ചു അവിടെ വന്ന സമയത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നറിയില്ല. ബിഷപ്പ് പറഞ്ഞ രീതിക്കനുസരിച്ചാണെങ്കിൽ ഇനി ഇവിടെ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കരുത്, അതുപോലെ തന്നെ അവർക്കേറെ ഇങ്ങനെയുള്ള വീഡിയോകൾ ഇടാനും നിൽക്കരുത് എന്ന രീതിയിലാണ്. അതായത് കിച്ചു അവസാനമായിട്ട് പോയിട്ട് രേണുവിനെ കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വാർത്തയാണ് നമ്മൾ അറിഞ്ഞത്. അത് കിച്ചു തന്നെയാണ് പറഞ്ഞത്. അതിൻ്റെ ഫലമായിട്ട് അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും വഴക്കുകൾ ഉണ്ടായോ എന്നൊന്നും അറിയത്തില്ല. അവിടെയൊക്കെ അച്ഛൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ പറയുന്നത്. ഒരുപക്ഷെ കേട്ടറിവാണോ കണ്ടറിവാണോ, ഇനി സത്യം എന്താണെന്നോ അറിയില്ല. എന്തായാലും അച്ഛൻ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. ഈ രാഹുൽ ദാസിന്റെ വിവരങ്ങളെല്ലാം ഈ നാട്ടുകാർക്കെല്ലാം അറിയാവുന്ന, ഞാൻ ഈ നാട്ടിൽ ജീവിക്കുന്ന ആളാ. ഞാൻ വിദേശത്തു നിന്ന് ഇവിടെ ജീവിക്കുന്ന ആളാ. എന്നോട് നിരവധി പോലീസുകാർ എന്നെ വിളിച്ച പല കാര്യങ്ങൾ എൻക്വയറി ചെയ്തു. ആ സമയത്തൊക്കെ രാഹുൽ ദാസിനെ പറ്റി ഞാൻ നല്ല അഭിപ്രായമാണല്ലോ, ഒന്നും അറിയാതെ. ഇപ്പോഴാണല്ലോ വിവരങ്ങൾ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ദാസ് കൂടുതലൊന്നും നല്ലതാകാൻ ശ്രമിക്കണ്ട. ഇവിടെ അച്ഛൻ അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇപ്പോഴാണല്ലോ ഞാൻ പല കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് അറിയില്ലായിരുന്നു, ഇപ്പോഴാണ് ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുന്നതെന്ന് പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ നമ്മളറിയാത്ത പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടാവാം. അത് അറിഞ്ഞതുകൊണ്ട് തന്നെ ആയിരിക്കാം അച്ഛൻ ഇങ്ങനെ പറയുന്നത്. ഇവിടെയൊക്കെ ആലോചിക്കേണ്ടത്, ഇപ്പം ആ കുടുംബം മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുപോലെ തന്നെ രേണുസുതി ആയാലും മോശം അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവർ ഈ സമയത്ത് എന്തെങ്കിലും പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ റൂട്ട് അത് ചിലപ്പോൾ ആ രോഗത്തിൻ്റെ അവസ്ഥയിലോ ഇല്ലെങ്കിൽ അവരുടെ അവസ്ഥ അത്ര മോശമായതുകൊണ്ടോ ആവാം. അതുകൊണ്ട് തന്നെ ഈ അവസ്ഥയെ ഓർത്ത് അവരുടെ വാചകങ്ങളെ എടുത്ത് രൂക്ഷമായിട്ട് വിമർശിക്കാതിരിക്കുക. ഇങ്ങനെ ഒരു അവസ്ഥയല്ലായിരുന്നെങ്കിൽ നമുക്ക് രേണുവിനെ വിമർശിക്കാമായിരുന്നു. എന്തായാലും ഇങ്ങനെയുള്ള വിമർശനങ്ങളെല്ലാം രേണു കാണുന്നുണ്ട് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ആ രോഗം വഷളാവാനാണ് കൂടുതൽ ചാൻസ് ഉള്ളത്. ഒരുപക്ഷെ അതൊക്കെ ആലോചിച്ച് തന്നെ ആയിരിക്കും അച്ഛനും ഇപ്പം കിച്ചുവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം കാര്യങ്ങൾ. ആരും നല്ലതാണെന്ന് ശ്രദ്ധിക്കേണ്ട. എല്ലാവരും ഒരു വെടിക്കുള്ളത് കയ്യിലുള്ളവരാണ്. രാഹുൽ ദാസ് ഇത് നിങ്ങൾ കൊടുക്കണം, മാറ്റുകയൊന്നും ചെയ്യണ്ട.
രാഹുൽ ദാസിൻ്റെ ഒരു വെടിക്കുള്ളതൊക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് എൻ്റെ ലിസ്റ്റുണ്ട്, പോലീസുകാരുടെ എന്നുള്ള വിവരങ്ങളൊക്കെ എൻ്റെ ഉണ്ട്. ഞാനിവിടെ ജീവിക്കുന്ന ആളാണ്. ആ വിവരം കൃത്യമായിട്ടും കൊടുത്തേച്ചാൽ മതി. രാഹുൽ ദാസ് പഠിച്ച് നല്ലൊരു ജോലിക്കാരനായി മിടുക്കനായി ജീവിക്കുക. അത് രേണുസുതിയെ കൂടുതൽ അങ്ങ് കുടുംബത്തെ ചവിട്ടി താക്കാൻ ശ്രമിക്കുവാണെങ്കിൽ കൂടെ നിൽക്കാൻ ആൾക്കാരുണ്ട്. ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് രേണുസുതിയുടെ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യാനായിട്ടുണ്ട്. കൊല്ലത്ത് അവിടെ ജീവിക്കുക, സന്തോഷമായിട്ട് ജീവിക്കില്ല. ഇവിടെ വീടുണ്ട്, ഇവിടെ റൂമുണ്ട്. വേണമെങ്കിൽ ഇവിടെ ഒന്ന് സമാധാനത്തോടെ അന്തസ്സായിട്ട് അഭിമാനത്തോടെ ജീവിക്കാം. ആ പെൺകുട്ടി എന്നോട് ഒരാൾ വിളിച്ച് പറഞ്ഞത് പല കാര്യങ്ങളും അവർക്ക് പുറത്ത് പറയാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞത്. അതൊക്കെ പറയുവാണെങ്കിൽ രാഹുൽ ദാസ് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. ഞങ്ങളൊക്കെ അങ്ങ് ഇറങ്ങും. എങ്ങോട്ട് ഇറങ്ങും? നിയമപരമായിട്ട്, ലീഗലി നീങ്ങും. അവന് 22-23 വയസ്സില്ലേ, സ്വന്തം കാര്യം നോക്കി സന്തോഷമായി ജീവിക്കട്ടെ. ഇതേ ഒരു രീതിയിൽ തന്നെയാണ് രേണുവും കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത്. അതായത് പുറത്ത് പറയാത്ത പല രഹസ്യങ്ങളും അവർക്കറിയാം. അത് പുറത്ത് വന്നു കഴിഞ്ഞാൽ കിച്ചുവിൻ്റെ ഫ്യൂച്ചർ തന്നെ ഇല്ലാതാകും എന്നുള്ള രീതിയിലാണ് രേണുസുതി നേരത്തെ സംസാരിച്ചത്. അതേ ഒരു രീതിയിൽ തന്നെയാണ് അച്ഛനും ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ പൊതുജനം അറിയാത്ത പല കാര്യങ്ങളും അവിടെ നടന്നിട്ടുണ്ടാകാം. അതെല്ലാം അച്ഛൻ ഇപ്പം മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം ഇങ്ങനൊരു പ്രതികരണം നടത്തുന്നതും. അതുപോലെ തന്നെ അച്ഛൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പോലീസുമായിട്ട് ബന്ധപ്പെട്ട്. അതിനെക്കുറിച്ച് കിച്ചു തന്നെ രംഗത്ത് വന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നമുക്കറിയാം. എന്നാൽ ഇവരെല്ലാം പറയുന്ന ഒരു രഹസ്യം അത് ഇവർക്ക് മാത്രം അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെയായിരിക്കണം പലപ്പോഴും കിച്ചു മൗനം പാലിച്ചിരിക്കുന്നതും. അവിടെയൊക്കെ അച്ഛൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ അറിഞ്ഞിട്ടാണ് ഈ ഫാദർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന്. ചിലപ്പോൾ പ്രായത്തിൻ്റെ അല്ല, അഹങ്കാരം. അങ്ങനെ തന്നെ കൊടുത്തോളൂ. അഹങ്കാരമായത് ഈ വീട്ടിൽ വന്ന അഹങ്കാരം കാണിക്കാൻ നോക്കത്തില്ല. കാരണം ഇവിടെ പല നാട്ടുകാർ അത് നാട്ടിലുള്ള ആൾക്കാർ അതിനെപ്പറ്റി ഇപ്പം ചർച്ച ചെയ്തോളണം. വിവരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഞാനിപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ അറിയുന്നത്. ഈ പുള്ളിക്കാരൻ ഇങ്ങനെ പല കാര്യങ്ങളിൽ കേസിൽ പെട്ടെന്നൊക്കെ ഉള്ളവർ പോലീസുകാർ പറഞ്ഞായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പല കാര്യങ്ങൾ അറിയുന്നുണ്ട്. ഇവിടെ എൻ്റെ ഈ പുരയിടത്തിനകത്ത് അതൊന്നും നടക്കത്തില്ല. ഇവിടെ നടക്കത്തില്ല. ഒന്നും ശരിയായ പ്രവണതയല്ല. എന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ എയറിൽ കയറ്റി വിട്ടാലും എനിക്ക് കുഴപ്പമില്ല. പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു കുടുംബത്തെ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക, ഇവരെ ചവിട്ടി താഴോട്ട് കൊണ്ട്, അതൊക്കെ എന്തിൻ്റെ നീതിയാണ്? അതൊന്നും നീതിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിന് ഇവിടെ ജീവിക്കണമെങ്കിൽ സന്തോഷമായിട്ട് വന്ന് ജീവിക്കുക. അദ്ദേഹത്തിൻ്റെ വീട് അവിടെ ഉണ്ട്, ആരും പൊളിച്ചു കളഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അവിടെ ബെഡ്റൂം ഉണ്ട്, അതിനകത്ത് വന്ന് സന്തോഷമായിട്ട് താമസിക്കുക. പുള്ളിക്കാരന് ആ വയ്യാതിരിക്കുന്ന ആ സഹോദരിയെ, ആരോഗ്യമില്ലാതെ മരണവും ജീവനും ഇടയിൽ നിൽക്കുന്ന ഒരു സഹോദരിയെ അവരെ ഇപ്പം ആൾക്കാരുടെ മുമ്പിലേക്ക് ഇങ്ങനെ പിച്ച് ചിന്താനായിട്ട് എറിഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ പറ്റിയുള്ള കാര്യം ഞാൻ ഈ നാട്ടുകാരെ കൊണ്ടും വീഡിയോ ഇടിപ്പിക്കും. പല കാര്യങ്ങൾ പറയാനുണ്ടാവും, പല കാര്യങ്ങൾ. ഇവിടെ അച്ഛൻ ഇങ്ങനൊരു നിലപാടെടുക്കാൻ തന്നെ കാരണം രേണുവിൻ്റെ അസുഖം തന്നെയാണ്. അതൊരു ഹോസ്പിറ്റലിലുള്ള കണ്ടീഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ജീവനും മരണത്തിനും ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. അങ്ങനെയുള്ളപ്പോൾ പലരും, അതായത് അച്ഛനെ പോലെ തന്നെ രേണുവിനെ വിമർശിച്ച പലരും അവരുടെ മനസ്സ് മാറി രേണുവിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കിച്ചുവും കുറച്ച് ഒതുങ്ങണം, രേണുസുതിയെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള വീഡിയോകൾ, പോസ്റ്റുകൾ ഇടരുത് എന്നുള്ള രീതിയിലാണ് അച്ഛൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അവിടെ അച്ഛൻ ഒരു വാർണിംഗും കൊടുക്കുന്നുണ്ട്. കിച്ചുവിൻ്റെ പല കാര്യങ്ങളും നാട്ടുകാർക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ നാട്ടുകാരെ കൊണ്ടൊരു വീഡിയോ ഇടിപ്പിച്ച് അവൻ്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുമെന്നാണ് അച്ഛൻ പറയുന്നത്. അങ്ങനെയെങ്കിൽ നാട്ടുകാർക്കും കുറച്ച് രഹസ്യം അറിയാം. ഇവിടെ അതുപോലെ തന്നെ രേണുസുതിയും പറയുന്നുണ്ട്, എനിക്കും നിനക്കും അറിയാവുന്ന രഹസ്യം, അതുപോലെ തന്നെ അച്ഛൻ അറിയാവുന്ന കുറേ രഹസ്യം, പോലീസുകാർ വിളിച്ചു ചോദിച്ച കുറേ രഹസ്യങ്ങൾ, നാട്ടുകാർക്ക് അറിയാവുന്ന കുറേ രഹസ്യങ്ങൾ. ഇപ്പോൾ വന്ന് കുറേ രഹസ്യങ്ങളുടെ മുൻമുനയിലാണ് കിച്ചു എന്ന് പറയുന്ന വ്യക്തി നിൽക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു അവസ്ഥയിലും കിച്ചു ഇങ്ങനെ എതിരായിട്ട് നിൽക്കുന്നതുകൊണ്ടാവാം ഇവരൊക്കെ ഇപ്പോൾ തിരിഞ്ഞത്. ഇപ്പോൾ നമ്മളിപ്പം ഒരുപാട് ഇതിൽ കാണുന്നുണ്ട്. ഇപ്പം ലാസ്റ്റായിട്ടൊരു മകൻ കിച്ചു ഇറക്കിയ ഒരു വീഡിയോ, ഫാദർ അത് കണ്ടിട്ടുണ്ടായിരുന്നോ? ഞാൻ വീഡിയോ കണ്ടിട്ടില്ല. എന്നെ ഇന്നലെ വിദേശത്തു നിന്നൊക്കെ എൻ്റെ ബന്ധുമിത്രാദികൾ വിളിച്ച് സംസാരിച്ചു. ഇത്രയും രോഗക്കിടക്കയിലായിട്ട് ആ പ്രിയപ്പെട്ട സഹോദരി മരണത്തെ മുഖാമുഖമായി കണ്ട സന്ദർഭത്തിലൂടെയാണ് അവരിപ്പോൾ കടന്നു പോകുന്നത്. അതുപോലുള്ളൊരു സാഹചര്യം. കാരണം അവർ ICUവിലും ഒക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള സന്ദർഭത്തിൽ എന്തെങ്കിലും ഒരു വേദനകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ ആ സന്ദർഭത്തിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് പറയുകയോ എടുക്കുകയോ ചെയ്തു. അവിടെ കിച്ചുവിനെ ഞാൻ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. കാരണം രേണുസുതി ചോദിച്ചൊരു ക്വസ്റ്റിന് കിച്ചു മറുപടി കൊടുത്തു എന്നുള്ള രീതിയിലാണ് അതിനെ നമ്മൾ കണ്ടത്. പക്ഷേ അതിനും അപ്പുറം എന്തൊക്കെയോ നടന്നു എന്ന രീതിയിലാണ് അച്ഛൻ്റെ പല മൊഴികളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അവിടെയൊക്കെ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഇനി രേണുസുതി എന്ത് വെല്ലുവിളിച്ചാലും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവിടെ കിച്ചുവും രേണുസുതിക്കെതിരെയല്ല പ്രതികരിച്ചത്, കിച്ചുവിനോട് ക്വസ്റ്റ്യൻ ചോദിച്ച് വേറൊരാൾക്കെതിരെയാണ് കിച്ചു പ്രതികരിച്ചത്. പക്ഷേ ഇൻഡയറക്റ്റ്ലി അത് ബാധിച്ചത് രേണുവിനെ തന്നെയാണ്. എന്തുകൊണ്ടാണ് രേണുവിനെ കിച്ചു കാണാൻ വരാത്തത് എന്നുള്ള ചോദ്യത്തിന് ആൻസർ കിച്ചു കൊടുത്തതാണ് എന്ന രീതിയിലാണ് അതിനെ പലരും കണ്ടത്. അതുകൊണ്ട് തന്നെ രേണുസുതിക്കെതിരെ നല്ല രീതിയിലുള്ള സൈബർ ആക്രമണവും നടന്നു. അതെല്ലാം കണ്ടും കേട്ടും ഇരിക്കുന്ന രേണുസുതിയുടെ മാനസിക വിഷമം കണ്ടിട്ടായിരിക്കാം അച്ഛൻ ഇപ്പോൾ ഇങ്ങനെ രംഗത്ത് വന്ന് ഓരോ കാര്യങ്ങളും പറയുന്നത്. അവിടെ ചിലപ്പം ഇങ്ങനെയുള്ള വീഡിയോകൾ എനിക്ക് കിച്ചു ചെയ്യാതിരിക്കാനും അതുപോലെ തന്നെ അവർ തമ്മിൽ ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ എന്നുള്ള രീതിയിലായിരിക്കാം അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനെ ഇനി ആരും തെറ്റായിട്ട് കണക്കാക്കണ്ട.
ഈ അച്ഛൻ തന്നെ മനസ്സ് മാറി ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് രേണുസുധിയുമായിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊന്നും മുഖാമുഖമില്ല, അല്ലാതെ സോഷ്യൽ മീഡിയയിലുള്ള അറ്റാക്കുകൾ, അച്ഛനിപ്പോൾ അതെല്ലാം പുറത്ത് രേണുസുധിയോടടുത്ത് നിൽക്കണമെങ്കിൽ ആ അച്ഛനുണ്ടായ മാറ്റം അതുപോലെ കിച്ചുവിനും മാറ്റം ഉണ്ടാവണം എന്ന രീതിയിലാണ് അച്ഛൻ പറഞ്ഞു വയ്ക്കുന്നത്. അതിലൊരു ന്യായമുണ്ട്. ചിലതൊക്കെ മറന്ന് ഒന്നു ചേരേണ്ടത് ആവശ്യം തന്നെയാണ്. പക്ഷെ പറയാമല്ലോ, രണ്ടിടത്തും ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് ആളുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ ഈ വിഷയങ്ങൾ ഇങ്ങനെ ആകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ സുഖം പ്രാപിച്ച് വന്ന ശേഷം ഒരു അമ്മയും മകനുമാണെങ്കിൽ അത് വീട്ടിൽ വെച്ച് പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങളാണെങ്കിൽ പരസ്പരം പറഞ്ഞു തീർക്കേണ്ട കാര്യങ്ങളാണ്. അതങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതിലൂടെ മറ്റുള്ളവർക്ക് വിമർശിക്കാൻ ഒരു അവസരമാവുകയല്ലേ ഉള്ളൂ. അപ്പം രേണുസുധിക്ക് സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവരുടെ രോഗവിവരങ്ങൾ അവരെ സ്നേഹിക്കുന്നവരെ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരും അവരെ ചേർത്ത് പിടിക്കുന്നവരെയും അവരുടെ അപ്ഡേറ്റ്സുകൾ അവർ അറിയിക്കാറുണ്ട്. എനിക്കിന്ന് ഓർമ്മയില്ല, ഇന്ന് ക്ഷീണമാണ്, അല്ലെ ഇന്ന് എനിക്ക് പ്രയാസമുണ്ട്, അല്ലെ ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയി. അവരവരുടെ കാര്യങ്ങൾ അറിയിക്കുന്നു. അവരെ സ്നേഹിക്കുന്നവരത് കാണുന്നു. അവരെ വിമർശിക്കേണ്ടവർ അതിൻ്റെ അടി കമന്റുകൾ എഴുതുന്നു. പക്ഷെ സ്വന്തം മകനെന്ന് അവർ വളർത്തിക്കൊണ്ട് വന്ന അങ്ങനെ അവർക്ക് എഗനസ്റ്റായിട്ട് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്ന പോലൊരു അനുഭവം ആ കൊച്ചു പയ്യൻ കാണിച്ചു വെച്ചിരിക്കുന്നു. ഇവിടെ അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ തന്നെ രേണുവിൻ്റെ വിഷമം കണ്ടിട്ടായിരിക്കണം അങ്ങനെ പറയുന്നത്. അതായത് അവസാനത്തെ വീഡിയോയിൽ തന്നെ നമുക്ക് കാണാം, രേണു ഒരു അസുഖമുള്ള വ്യക്തിയെ പോലെയല്ല സംസാരിച്ചത്. ആ വീഡിയോ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അസുഖമൊക്കെ പോയി ഒരു ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ കണ്ടത്. അവിടെ വേണമെങ്കിൽ പലർക്കും തോന്നാം രേണുവിന് അസുഖമില്ലേ എന്ന്. പക്ഷേ അങ്ങനെ ആയിരിക്കില്ല. കിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഉണ്ടായ വിഷമം കൊണ്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും അവർ വന്നത്. ഒരുപക്ഷെ മാനസികമായിട്ടും ശാരീരികമായിട്ടും വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും അതൊന്നും ഇല്ല, അതൊന്നും പുറത്ത് കാണിക്കേണ്ട എന്നുള്ള രീതിയിൽ രേണുസുധി രംഗത്ത് വന്നതാവാം. അതായത് വീഡിയോയിൽ പലരും വിമർശിക്കുന്നുണ്ട്, ഇപ്പോൾ ഈ രേണുവിന് അസുഖമില്ലേ, കിച്ചു വന്നതിന് ശേഷം പൂർണ്ണ ആരോഗ്യവതി ആയല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അവിടെ നമ്മളറിയാത്ത പല കാര്യങ്ങളുണ്ട്. കിച്ചു അവിടെ വന്നതിന് ശേഷം എന്ത് സംഭവിച്ചു, അല്ലെങ്കിൽ എന്തുകൊണ്ട് കിച്ചുവിന് കാണാൻ പറ്റിയില്ല, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ എന്ന തരത്തിൽ പല കാര്യങ്ങളും നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്ന് അച്ഛൻ അറിഞ്ഞിട്ടായിരിക്കും അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എനിക്ക് ആ മോൻ അത് കാണിച്ചതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. ഒരിക്കലും അത് പറയേണ്ടിയില്ലായിരുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ തന്നെ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ല. അഥവാ അങ്ങനെ പറയണമെങ്കിൽ അവൻ ഫോണിൽ വിളിച്ചിട്ട് അവൻ പറയാം, അമ്മ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറഞ്ഞു അവിടെ കൊണ്ട് തീർക്കുക. ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. കുഴപ്പമുണ്ടായിരുന്നല്ല. നമ്മളൊരു ഇപ്പൊ നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറയും. അതുപോലെ അവരും ഒരു അമ്മയും മകനുമായിട്ട് അതങ്ങ് തീർത്താൽ മതിയായിരുന്നു. പക്ഷെ ഇതിപ്പം എന്താ പറയാ, എറിയാനുള്ള കല്ല് കൊണ്ട് കൊടുത്ത പോലായി അല്ലേ? മറ്റുള്ളവർക്ക് രേണുസുധിയെ എറിയുവാനായിട്ടുള്ള കല്ല് അങ്ങോട്ട് കൊണ്ട് കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യുന്നു? അവിടെ നിന്നവരെല്ലാവരും എറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ രേണുസുധിക്കൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. രേണുസുധി ദൈവ ആരോഗ്യം കൊടുത്ത് ആയുസ് കൊടുത്ത് മടങ്ങി വരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറവുള്ളവരും കുറ്റക്കാരുമായിട്ടുള്ള മനുഷ്യർ ഇന്ന് ലോകത്തിൽ നാം ഓരോരുത്തരും. അവർ രേണുസുധി ഒരു സാധു ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ പറയത്തുള്ളൂ. കാരണം രേണുസുധി ഒരു സമ്പന്ന കുടുംബത്തിലെ ഒരു വലിയ കുലമഹിമയുള്ള ഒരു കുടുംബത്തിലെ വലിയ ഒരു യുവതിയായിരുന്നെങ്കിൽ ഇത്രയും ആൾക്കാരെ എറിയാനൊക്കത്തില്ല. അവരുടെ പേരിൽ നിയമ നടപടി ഉണ്ടായിരുന്നു. അതൊരു സാധു കുടുംബത്തിലെ മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു പെൺകുട്ടി ആയതുകൊണ്ട് വഴിയെ പോകുന്നവർക്കെല്ലാം ഒരു കല്ല് കിട്ടുമ്പോൾ എറിയാമെന്നുള്ളൊരു ചിന്തയിലാണ് ഇപ്പോഴേ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവർക്കതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്ക് മനസ്സ് വളരെ ദുഃഖത്തിലാണ്. ഞാൻ അവരോട് സംസാരിച്ചിട്ടുണ്ട് പല സന്ദർഭത്തിൽ. വളരെ വേദനയിലാണ് കടന്നു പോകുന്നത്. വളരെ ദുഃഖം അവർക്കുണ്ട്. പക്ഷെ എന്നാലും അത് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാതെ അവർ ജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ രേണുവിനെ പലരും വിമർശിക്കാറുണ്ടെങ്കിലും ചിലർ വളരെ മോശമായിട്ട് വിമർശിക്കാറുണ്ട്. അവിടെയൊക്കെ അത്രമേൽ രേണു എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കങ്ങനെ കുറ്റം ചെയ്തതായിട്ടൊന്നും തോന്നാറില്ല. ഒരുപക്ഷെ നമ്മുടെ കൾച്ചറിനനുസരിച്ച് രേണുസുധി പല കാര്യങ്ങളും ചെയ്യുന്നത് തെറ്റായിട്ട് തോന്നാം. പക്ഷേ അത് നമ്മുടെ കൾച്ചറിന് മാത്രമേ ഉള്ളൂ കുഴപ്പം. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ചെയ്യുന്നത് തെറ്റാണെന്ന് നമുക്ക് പറയാൻ കഴിയത്തില്ല. അതായത് സബ്സ്ക്രിപ്ഷൻ വീഡിയോ എടുത്തത്, അതുപോലെ തന്നെ രേണുവിൻ്റെ വേഷവിധാനങ്ങൾ, അഭിനയ ശൈലി, ഇതൊക്കെ ആളുകളെ രൂക്ഷമായിട്ട് വിമർശിക്കാറുണ്ട്. പക്ഷേ അതൊക്കെ ഒരു തെറ്റാണ് എന്ന് പറയാൻ കഴിയില്ല. അത് ചിലപ്പം അവരവർ ജീവിച്ചു വന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് പലതും തെറ്റായിട്ട് തോന്നാം, ചിലത് തെറ്റായിട്ട് തോന്നത്തില്ല. അത് ഓരോ മനുഷ്യർക്കും തെറ്റും ശരിയൊക്കെ വേറെ വേറെയാണ്. ചിലർക്ക് തെറ്റായിട്ട് തോന്നുന്നത് മറ്റു ചിലർക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. അവിടേക്കാണ് ഇങ്ങനൊരു സാഹചര്യം വന്നപ്പോൾ രേണുവിനോട് ദേഷ്യമുള്ളവർ, ഇല്ലെങ്കിൽ രേണുവിനെ വെറുക്കുന്നവർ പോലും മാറി ചിന്തിച്ചു തുടങ്ങി. രേണുസുധി എന്ന് പറയുന്ന വ്യക്തി ആരെങ്കിലും കൊന്നിട്ടോ കട്ടിട്ടോ മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ല അവർ ജീവിക്കുന്നത്. അവരൊരു തൊഴിൽ ചെയ്ത് തന്നെയാണ് ഇവിടെ ജീവിക്കുന്നത്. ഇനിയിപ്പോൾ ആ തൊഴിൽ ചിലർക്ക് ഇഷ്ടമല്ലെങ്കിൽ കൂടി അതേ തൊഴിൽ ചെയ്യുന്ന ആളുകളെ ഇവിടെ നിരവധി പേരെ ആരാധിക്കുന്നുണ്ട്. പല പ്രമുഖ നടിമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇതിലും വൾഗറായിട്ടാണ് അഭിനയിക്കുന്നത്, ഇതിലും വൾഗറായിട്ടാണ് അവർ ഡ്രസ്സ് ചെയ്യുകയും ചെയ്യുന്നത്. അവിടെയൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്ന സിനിമയിലെ ചില ഭാഗങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രേണുസുധി ഇത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് തോന്നിപ്പോവും. അങ്ങനെയുള്ളപ്പോൾ അത്ര പോലും ചെയ്യാത്ത രേണുസുധിയെ ഇത്രമേൽ ക്രൂശിക്കണോ എന്നുള്ളതും ചോദ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും അച്ഛനൊക്കെ ഈ മാറ്റം വന്നതും പലരും
മാറി ചിന്തിച്ചു തുടങ്ങിയത്? വീട്ടുകാരിൽ നിന്ന് അറിഞ്ഞത് ശാരീരികമായിട്ടുള്ള നല്ല ക്ഷീണാവസ്ഥയുണ്ട്. പിന്നെ വളരെ കൂടിയ ട്രീറ്റ്മെൻറ്റുകളാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ കൂടിയ മരുന്നുകളൊക്കെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് ആ കുട്ടിക്ക് കൊടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള എൻ്റെ ഫാദറിന് ഇത് വന്നതുകൊണ്ട് എനിക്കറിയാം. അപ്പം ഭയങ്കരമായിട്ടുള്ള ഓർമ്മക്കുറവുണ്ടാകും, ക്ഷീണമുണ്ടാകും, ചിലപ്പോൾ നല്ല ആരോഗ്യത്തോടെ ഇരിക്കും, ചിലപ്പം ആരോഗ്യം ക്ഷയിച്ച പോലെ തോന്നും. അത് ഈ മരുന്നിൻ്റെതായിട്ടുള്ള ഒരുപാട്. ഇപ്പോൾ പുള്ളിക്കാരത്തി ഒന്ന് വർത്താനം പറഞ്ഞാൽ പറയും, എവിടെ നിന്ന് വന്ന് നിങ്ങൾക്ക് ഈ നാക്ക്? അടുത്ത ക്വസ്റ്റ്യനാണ്. മിണ്ടാതിരുന്നാൽ പറയും, ഇപ്പം നിന്റെ എല്ലാം തീർന്നോ? അപ്പോൾ ഒരു കരയിൽ കൂടെ വെള്ളത്തിൽ കൂടെ ആ പുള്ളിക്കാരത്തെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ളതല്ലേ സത്യം. അവർ ക്ഷീണിതാവസ്ഥ ഇരുന്നാൽ പറയും ദൈവം നിന്നെ ശിക്ഷിച്ചത്. അവർ സംസാരിച്ചാൽ എടുത്ത വായിലേ പറയും നിനക്ക് അടങ്ങാറായില്ലയോ. ഇതെന്താണ്? അപ്പം സമൂഹത്തിന് വേണ്ടി ഉള്ള ഒരാളാണോ അവരും ഈ ലോകത്തിൽ നമ്മളെപ്പോലെ ജീവിക്കേണ്ട ഒരാളാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. നമ്മുടെ അവരൊരു മനുഷ്യ സ്ത്രീയാണ്. നമ്മളെപ്പോലെ അഭിപ്രായം പറയുവാനും നമ്മളെപ്പോലെ ജീവിക്കുവാനുമുള്ള എല്ലാ സ്വാതന്ത്ര്യവും രേണുസുധിക്കും ഈ ലോകത്തിൽ ദൈവം കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇനിയുള്ള കാലം രേണുസുധിയുടെ അവരുടെ കുടുംബത്തിൻ്റെ മുഴുവനായിട്ടുള്ള കാര്യങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രാർത്ഥനാ സഹായമായിട്ട് ഞാൻ മുൻപോട്ട് പോകും. അവരെ ചേർത്ത് പിടിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. ഒരിക്കലും അവരെ കൈവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെയൊക്കെ അച്ഛൻ്റെ ഇങ്ങനെയുള്ള മാറ്റം കണ്ട് പലരും അതിശയിക്കാം. എന്താണ് ഇപ്പോൾ അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത്? നേരത്തെ അച്ഛൻ രേണുവിനെ കുറിച്ച് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല രീതിയിൽ വിമർശിക്കുകയും എതിരായിട്ട് നിന്ന അച്ഛൻ എന്തുകൊണ്ട് ഇങ്ങനെ മാറി എന്നുള്ള ക്വസ്റ്റ്യൻ എന്തായാലും ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരാം. അവിടെയൊക്കെ എനിക്ക് പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. രേണുസുധിയുടെ അവസ്ഥ, അവരിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം, അവർക്ക് സഹായം ആവശ്യമാണ്. അതുപോലെ തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവർക്ക് സപ്പോർട്ട് ആവശ്യമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒരു പുരോഹിതൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ക്ഷമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്ക് ക്ഷമിക്കാൻ കഴിയും? ആ ഒരു മാറ്റമാണ് അദ്ദേഹത്തിൽ നമ്മൾ കണ്ടത്. അതിനിവിടെ ആരും കുറ്റം പറയേണ്ട ആവശ്യമില്ല. പലരും അങ്ങനെയൊക്കെ തന്നെയാണ്. പലരും രേണുസുധിക്ക് അനുകൂലമായിട്ട് പോസ്റ്റ് ഇടുന്നതും അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഒക്കെ ഇങ്ങനൊരു അവസ്ഥ വന്നതുകൊണ്ടാണ്. അതിനെക്കുറിച്ച് അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ മാറി ചിന്തിച്ചു എന്ന്. രേണുസുധിക്ക് സുഖമില്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ അവരുടെ സഹോദരിയും കുടുംബവും മാതാപിതാക്കളും എന്നോട് ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തിരുമേനി വീട്ടിൽ വരണം, ഞങ്ങൾക്ക് തിരുമേനിയോട് യാതൊരു രീതിയിലുള്ള വിഷമങ്ങളോ പ്രയാസങ്ങളോ ഇല്ല. പരസ്പരം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു പോയ കാര്യങ്ങൾ പൊരുത്തപ്പെട്ടു എന്ന് വെച്ച് വന്നുപോയ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ കൊണ്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നുപോയ പ്രയാസങ്ങളൊക്കെയും പരസ്പരം നിരപ്പായി, പരസ്പരം ക്ഷമ അങ്ങോട്ടും ഇങ്ങോട്ടും അതെല്ലാമായി സ്നേഹത്തോടു കൂടെ തന്നെ ആയി കഴിഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് തന്നെ അവർ ഇൻവൈറ്റ് ചെയ്ത് വീട്ടിൽ വന്നു. കൊല്ലം സുധിയുടെ ഇങ്ങനെ ഓർമ്മ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അപ്പം ബിഷപ്പ് അവിടെ വരെ വന്ന് പ്രാർത്ഥനയിൽ സംബന്ധിക്കണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടു. അങ്ങനെ ഞാൻ അവരുടെ വീട്ടിൽ പോയി. ഇവിടെ പലർക്കും ക്യാൻസർ എന്ന രോഗത്തെക്കുറിച്ച് അറിയാത്തവരുമുണ്ട്. അത് അനുഭവിച്ചിട്ടുള്ള കുടുംബങ്ങളൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയത്തുള്ളൂ. എന്തുമാത്രം വേദനയിലൂടെയാണ് ആ കുടുംബം കടന്നു പോകുന്നത്, അതുപോലെ തന്നെ ആ വ്യക്തി കടന്നു പോകുന്നത്. അവിടേക്ക് ഓടിച്ചാടി നടന്നിരുന്ന വ്യക്തി ഈ ഒരവസ്ഥയിലേക്ക് ആകുമ്പോൾ ആ വ്യക്തിക്കുണ്ടാകുന്ന മാനസിക വിഷമം, അതുപോലെ തന്നെ കുട്ടിയെക്കുറിച്ച് ഓർത്ത് ഋതപ്പൻ എന്ന് പറയുന്ന കുട്ടി ആരുമില്ലാതായി തീരുമോ എന്നുള്ള വിഷമം, അങ്ങനെയുള്ള കുറേ ചിന്തകളുമായിട്ടാണ് രേണുസുധി ജീവിക്കുന്നത്. അത് മനസ്സിലാവണമെങ്കിൽ ക്യാൻസർ എന്ന് പറയുന്ന രോഗം അനുഭവിക്കുന്നവരുടെ അവസ്ഥ നേരിട്ട് കാണണം. അത് ബിഷപ്പിന് അറിയാവുന്നത് കൊണ്ട് തന്നെ ആയിരിക്കണം ബിഷപ്പ് ഇങ്ങനെ സംസാരിക്കുന്നത്. വളരെ ദുഃഖമാണ് തോന്നിയത്. കാരണം എൻ്റെ പിതാവ് ഒരു ക്യാൻസർ രോഗം വന്ന് അങ്ങനെയാണ് ഈ ലോകത്തിൽ നിന്ന് കടന്നുപോയത്. അപ്പോൾ എനിക്ക് ആ രോഗത്തിൻ്റെ തീവ്രമായ വേദനകൾ, അതിൻ്റെ അനുഭവങ്ങളൊക്കെയും എനിക്ക് നല്ലതുപോലെ അറിയാം. മാത്രമല്ല എൻ്റെ അറിവിൽപ്പെട്ട ധാരാളം പ്രിയപ്പെട്ടവർ ഈ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന അനുഭവങ്ങൾ ഞാനിപ്പോഴും കാണുന്നു. ഞാൻ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് രേണുസുധിക്ക് ഈ രോഗമുണ്ടെന്ന് കേട്ടപ്പോൾ ഹൃദയത്തിൽ വളരെ ദുഃഖമാണ് തോന്നിയത്. ആർക്കും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു രോഗമാണല്ലോ ഇപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കടന്നു വന്നിരിക്കുന്ന ആ രോഗമെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി. വേഗം സുഖമാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം പരസ്പരം എന്തെങ്കിലും ഒരു വാസ്തവത്തിൽ ഞാനും രേണുസുധിയും തമ്മിൽ വ്യക്തിപരമായിട്ട് ഇന്ന് വരെ ഒരു സംസാരം ഉണ്ടായിട്ടില്ല. മുഖാമുഖം ഞങ്ങൾ ഒന്നും പറഞ്ഞിട്ടില്ല. സോഷ്യൽ മീഡിയയിലെ ഒരു വിഭാഗം ആൾക്കാരെന്നെ, അതായത് ഇങ്ങനെ എന്താണ് പറയുക, ഇവിടെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന മീഡിയ എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കേട്ട സോഷ്യൽ മീഡിയ കണ്ടതുപോലെ നിരവധി ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിക്കുമ്പോൾ അതിന് പറഞ്ഞ ഉത്തരങ്ങളിലൂടെയാണ് ഞാനും രേണുസുധിയും തമ്മിൽ ശത്രുത പോലെ ആകേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. ഇന്നുവരെയും നാളിതുവരെയും രേണുസുധിയും ഞാനുമായിട്ട് മുഖാമുഖം അവരുടെ ഫാമിലി ആയിട്ടോ രേണുസുധിയുമായിട്ടോ ഒന്ന് മുഖം കറുപ്പിച്ച് സംസാരിച്ചിട്ടില്ല. ഇതിപ്പോൾ അച്ഛൻ്റെ അതേ സ്ഥിതിയാണ് പലർക്കും ഉള്ളത്. രേണുസുധിയായിട്ട് മുഖാമുഖം ആർക്കെങ്കിലും എന്തെങ്കിലും വിഷമമോ ഇല്ലെങ്കിൽ ശത്രുതയോ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും കാണത്തില്ല. അത് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾ. അല്ലാത്ത പക്ഷം രേണുവിനെ കാണുകയാണെങ്കിൽ ആർക്കും ഒരു ദേഷ്യം തോന്നേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ അവിടുത്തെ നാട്ടുകാരായാലും ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ രേണുവിനെ തെറി പറയുന്നവരായാൽ പോലും അവരൊക്കെ രേണുസുധിയെ നേരിട്ട് കാണുകയാണെങ്കിൽ
ഇങ്ങനെയുള്ള മോശം വാക്കുകളൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിനെക്കുറിച്ചും അച്ഛൻ ബോധവാനാണ്. കാരണം അച്ഛനും കുറേ സൈബർ ആക്രമണമൊക്കെ കിട്ടിയത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ പറഞ്ഞ രാഹുൽ ദാസിന്റെ അനുജനായിട്ടുള്ള ഋതുൽ ദാസ് എന്ന് പറഞ്ഞ കുഞ്ഞിന് 6.5 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ കുഞ്ഞിന്റെ പിതാവ് മരിച്ചുപോയി. മാതാവ് ഈ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ എത്രയും വേഗം സുഖം പ്രാപിച്ച് വരിക എന്നുള്ളത് തീർച്ചയായിട്ടും ഈ രാഹുൽ ദാസോട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ സമയത്ത് അവരുടെ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്യേണ്ടത്, മറിച്ച് അവരെ സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കുകയല്ല. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ഈ രേണുസുതി ഇങ്ങനെ പ്രമോഷൻ ചെയ്തും കഷ്ടപ്പെട്ടും ഉണ്ടാക്കുന്ന പണത്തിന്റെ ഒരു മകൻ എന്നുള്ള രീതിയിൽ തന്നെ അവർ ആ കുട്ടിയെ സഹായിച്ചിട്ടുള്ളതാണ്, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. കാരണം ഈ രേണുസുതിക്ക് അവരുടെ മാതാവിനെ പിതാവിനെ നോക്കണം, പുള്ളിക്കാരത്തിയുടെ ഈ കുഞ്ഞു മോനെ നോക്കണം, രേണുസുതിയുടെ ജീവിതം കൊണ്ടുപോകണം. ഈ 4 പേരുടെ കാര്യങ്ങൾ രേണുസുതി തന്നെയാണ് ചുമതല വഹിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് നല്ലപോലെ അറിയാം. അപ്പൊ അവർ ജോലി ചെയ്യണം. അവർ എന്തൊക്കെയോ അവരുടെ കഷ്ടപ്പാടിൻ്റെ ഇതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള ജോലി അവർ ചെയ്തു. ആ ജോലിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല ഒരിക്കലും. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ വളർത്തു മകൻ എന്ന രീതിയിൽ ആ മാതാവിനോട് കാണിച്ച ഏറ്റവും വലിയ ഒരു നന്ദികേട് എന്നുള്ളൊരു വാക്കാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. നന്ദികേട്. എൻ്റെ ഭാഷയിൽ പറയാൻ, നമുക്ക് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നാലും ഒരു നേരത്തെ ആഹാരം ഭക്ഷിക്കാൻ തന്നാലും നമ്മൾ അവരോട് എപ്പോഴും ഉണ്ട് നന്ദിയുള്ളവരായിരിക്കും. അപ്പോൾ ആ കൊച്ചു പയ്യൻ ഈ രാഹുൽ ദാസ് ഒരു നന്ദിയുള്ള ചെറുപ്പക്കാരനായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നുവെന്ന് ആഗ്രഹിച്ചു ഞാനത് പറഞ്ഞു പോയത്. അല്ലാതെ ഇപ്പോൾ മോള് ചോദിച്ചതുപോലെ ഒരിക്കലും അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തു എന്നുള്ള ഒരു ഇതിലേ അല്ല. അത് ഞാൻ ചിന്തിക്കുന്ന പോലുമില്ല. മോൾ എന്നോട് ചോദിച്ചു, ഞാൻ എൻ്റെ വിഷമം ഞാൻ തുറന്ന് സംസാരിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ കാണുന്നതും കേൾക്കുന്നതുള്ള അറിവെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ രേണുസുതിയുമായിട്ട് ആൾക്കാരിങ്ങനെ ഇപ്പം മോള് പറഞ്ഞ പോലെ ശത്രുതയുണ്ടെന്ന് പറഞ്ഞു. അല്ലാതെ ഞങ്ങൾ ഈ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ആർക്കും തന്നെ രേണുസുതി എന്ന് പറയുന്ന ഈ സഹോദരിയോടോ അവരുടെ കുടുംബത്തോടോ യാതൊരു വിധമായിട്ടുള്ള ദേഷ്യമോ മറ്റിതരമായ കോപമോ ഒന്നും ആർക്കുമില്ല. സോഷ്യൽ മീഡിയയിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ്ങിലൂടെയും ഒക്കെയാണ് അവരെ ഇങ്ങനെ, പിന്നെ അവരുടെ ജീവിത മാർഗത്തിന് വേണ്ടിയിട്ട് അവർക്ക് ദിവസവും ജീവിച്ചു പോകാനായിട്ട് അവർ ജോലി ചെയ്തൊരു സഹോദരിയാണ്. അവർക്ക് അറിയാവുന്ന രീതിയിൽ അവർ പ്രൊമോഷൻ ചെയ്യുമായിരുന്നു, അവർക്കറിയാവുന്ന രീതിയിൽ അവർ ഉദ്ഘാടനങ്ങൾക്ക് പോകുമായിരുന്നു, അവർക്കറിയാവുന്ന സ്റ്റേജ് പ്രോഗ്രാമിന് പോകുമായിരുന്നു. അതൊക്കെ അവരുടെ ജീവിത സന്ധാരണത്തിനായിട്ട് അന്നന്ന് ജീവിതം. കാരണം കൊല്ലം സ്തുതി മരണപ്പെട്ട ശേഷം ആ കുടുംബം മുൻപോട്ട് പോകണം. അവർക്കൊരു വസ്തുവും വീടും ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തില്ല. അക്കാര്യത്തിലൊക്കെ രേണുസുതി സമ്മതിച്ചേ വരത്തുള്ളൂ. ആ കുടുംബം നോക്കുന്നത് രേണുസുതിയാണ്, ആ കുട്ടിയെ നോക്കുന്നത്, അതുപോലെ തന്നെ ആ അച്ഛനും അമ്മയൊക്കെ നോക്കുന്നതെല്ലാം രേണുസുതിയാണ്. അങ്ങനെയുള്ളപ്പോൾ വരുമാനമില്ലാതെ വെറുതെ വീട്ടിൽ കുത്തിയിരുന്നു കഴിഞ്ഞാൽ കുടുംബത്തിലെ പല കാര്യങ്ങളും നടക്കാതാവും. വീട്ടിൽ അന്വേഷിച്ച് തരാൻ ആളില്ല എന്നുള്ള സാഹചര്യത്തിലാണ് രേണു ഇങ്ങനെയൊക്കെ പോകുന്നത്. അവിടെയൊക്കെ രേണുസുതി ചെയ്യുന്ന ജോലിയുടെ വിശുദ്ധിയൊക്കെ നോക്കാനിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ഇങ്ങനെയൊന്നും ജീവിക്കാൻ കഴിയത്തില്ലായിരിക്കും. അപ്പോഴും ചിന്തിക്കേണ്ടത്, ആ ജോലികളിലൊന്നും എല്ലാവരും രേണുസുതിയെ കുറ്റം പറയുന്നില്ല. അതായത് ആ സാഹചര്യത്തോട് ഇഷ്ടപ്പെടാത്തവർ അല്ലെങ്കിൽ പൊരുത്തപ്പെടാത്തവരൊക്കെയാണ് രേണുസുതിക്ക് എതിരായിട്ട് നിൽക്കുന്നത്. എന്നിരുന്നാൽ തന്നെയും ആ കുടുംബം അവർ നോക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കിച്ചുവിനും ആവശ്യമായുള്ള പണം അയച്ചു നൽകിയിട്ടുമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പൂർണ്ണമായിട്ട് കുറ്റപ്പെടുത്താൻ കഴിയുമോ? അപ്പൊ അവർക്ക് സന്തോഷമായ ഒരു ജോലി എന്ന് പറയുന്നത് അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ട് കടന്നു പോകുക എന്നുള്ളതാണ്. ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന എത്രയോ സഹോദരിമാര്, പുരുഷന്മാര് അവരവർക്ക് ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നു. നമുക്ക് അവരെ വിമർശിക്കാൻ നമുക്കതിൻ്റെ ആവശ്യമില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അവരവരുടെ ജോലി ചെയ്ത് ജീവിച്ചു. ഇപ്പോൾ അവർക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന അവർ എത്രയും പെട്ടെന്ന് സൗഖ്യമുള്ളവളായിട്ട് മാറി അവരെ സന്തോഷത്തോടെ അവരുടെ മോനെ വളർത്തി. ഒരു കൊച്ചു മോനുണ്ട് അവർക്ക്, ഒരു 6.5 വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയുണ്ട്. ആ കുഞ്ഞിനെ വളർത്തി അവർ സന്തോഷമായി ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെയും എൻ്റെ പ്രാർത്ഥനാ കൂട്ടായ്മകളിലുള്ളവരുടെയും സഭയിലുള്ള വിശ്വാസികളുടെയും ജനങ്ങളുടെയും എൻ്റെ സ്നേഹിതരുടെയും എൻ്റെ ബന്ധുമിത്രാദികളുടെ എല്ലാം പ്രാർത്ഥന എന്ന് പറയുന്നത് അവരെത്രയും വേഗം സുഖം പ്രാപിച്ച് ആരോഗ്യത്തോടെ അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രാർത്ഥന അത് തന്നെയാണ്. ഇവിടേക്ക് ഈ കുടുംബത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും നമുക്ക് അറിയാതെ വരാം. അതായത് രേണുവിൻ്റെയും കിച്ചുവിൻ്റെ ഇടയിൽ എന്തൊക്കെ വിഷയങ്ങളാണ് സംഭവിച്ചത്, എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, അവരെന്താണ് മറച്ചു വെക്കുന്നത്. പലപ്പോഴും രേണുസുതി പറയുന്നൊരു കാര്യമാണ്, എനിക്കറിയാവുന്ന പല രഹസ്യങ്ങളും ഞാൻ വിളിച്ചു പറയും എന്നുള്ള രീതിയിൽ ചില ഭീഷണിയാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ രേണുസുതി പറയുന്നുണ്ട്. അവിടെയൊക്കെ എന്തുകൊണ്ട് കിച്ചു സൈലൻ്റായി പോകുന്നു എന്ന് നമ്മളിൽ പലരും ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും പല കാര്യങ്ങളും നമ്മൾ അറിയാത്തതുണ്ട്. അതോ രേണുസുതിയുടെ ഭാഗത്താണോ ന്യായം എന്നൊന്നും നമുക്കറിയത്തില്ല. നമുക്ക് കിട്ടുന്ന ഇൻഫോർമേഷൻ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന ഇൻഫോർമേഷനാണ്. അവിടെയൊക്കെ അതുകൊണ്ട് മാത്രം ഒരാൾ ശരിയാണോ തെറ്റാണോ എന്നും പറയാൻ കഴിയത്തില്ല. എന്തായാലും വളർത്തുമകനായാലും അമ്മയും മകനായിട്ട് ജീവിച്ചിട്ടുള്ളവർ തന്നെയാണ്. അവിടെയൊക്കെ ഓർക്കേണ്ടത്, ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഇങ്ങനത്തെ അവസ്ഥയിൽ രേണു പറയുന്നതൊന്നും വേറൊരു രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാതെ വിമർശിക്കുന്നവർക്ക് വിമർശിക്കാം, പക്ഷേ അത് കൂടിപ്പോകരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. എന്തായാലും രേണു പഴയതുപോലെ തിരിച്ചു വരട്ടെ.
ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ, സീ യു.